പരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്നെ. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ അതുലിനൊക്കെ അറിയാലോ. അത് പരിമല ഹോസ്പിറ്റലില്ലേ മറ്റേ ഇത് പോയല്ലോ. പരിമല ഹോസ്പിറ്റലില്ലേ? പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്? പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അബ്ദുൽ ബ്ലോക്സ് ഇല്ലേ, അവന് അറിഞ്ഞത് ഞാൻ നേരത്തൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തുതരാം. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഏഹ് ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവക്ക് ഈ എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത്. അന്നത്തെ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇപ്പോഴും. ഞാൻ രണ്ടുമൂന്ന് വട്ടം വീയില്ലേ അല്ലേ പുള്ളിക്കാരിക്കിട്ട്. ഞാനിപ്പോ ലേറ്റസ്റ്റ് ഒരു വീഡിയോ കണ്ടതിനകത്ത് ഞാന് രണ്ടുമൂന്ന് വട്ടം കമന്റ് ടൈപ്പ് ചെയ്ത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഏഹ് എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും മറ്റേ അതുലിന്റെ ഒരു വോയിസ് ആണ് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. കേട്ടോ? ഓക്കെ. ഞാനത് നേരത്തെ അറിഞ്ഞ്, കുറച്ച് ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഇവള് ദുബായിലെങ്ങാണ്ട് വെച്ച് മറ്റേ ബ്രസ്റ്റിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് അറിഞ്ഞത്. ഞാനത് അറിഞ്ഞ് കുറച്ച് നാളായി, ഒരാഴ്ച എന്തോ ആയി ഞാൻ അറിഞ്ഞിട്ട്. എന്തായാലും ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. നമ്മൾ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവും. കാരണം അതുപോലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഇവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇവരുടെ ഈ ഒരു അഹങ്കാരത്തിനോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നോ അവർ ലേശം പോലും പിന്മാറിയിട്ടില്ല. അവർ വന്ന് സബ്സ്ക്രിപ്ഷനിലാണെങ്കിൽ പോലും കാണിച്ചു കൂട്ടുന്ന ലൈവുകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പ് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ അല്ലേ? അതിപ്പോൾ ആർക്കാണെങ്കിൽ പോലും. എന്തായാലും രേണുവിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റട്ടെ. സെക്കൻഡ് സ്റ്റേജ് ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയില്ല ഈ ഒരു വിഷയത്തിൽ ഇതുവരെ രേണുസുതി ഒരു യാതൊരുവിധ രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എന്തായാലും രേണു ഇന്നൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ലൈവ് കൂടെ കാണാം. എന്തായാലും നമുക്ക് രേണുവിന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ഒന്ന് കാണാം. ഇവൻ ഫേക്ക് ആണ്, പക്ഷെ ഇവനൊരു അമ്മയുണ്ടെന്നുള്ള സത്യമുണ്ട്. ഇവൻ ഫേക്ക് ആണെങ്കിൽ ഇവൻ മറ്റേ ആകാശ് ചോറ് കൊടുക്കും, അവന്റെ അമ്മ കൊണ്ട് കാപ്പി കൊടുക്കും. അപ്പൊ ഇവൻ വിളിക്കുന്ന പേരാണ് എടി അമ്മച്ചി, എടി അമ്മച്ചി. അത് അവൻ പറയുന്ന പേരാണ്. ഓക്കെ, നിന്നെ അങ്ങ് എടുത്ത് കളയുവാടാ. ഇവൻ എങ്ങനെ അടി എടുത്ത് കളയുന്നത്? നിന്നെടാ കുട്ട, നിന്നെ അങ്ങ് എടുത്ത് കളയുവാ. നിന്റെ തള്ള, നിന്റെ തള്ള തന്നെ. നിന്റെ തള്ളേനെ നീ വിളിക്കുന്ന അതേ ഭാഷ. എന്റെ തള്ള നല്ല മിടുക്കിയായിട്ട് നല്ല അമ്മ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. നിന്റെ തള്ളേനെ നീ വിളിക്കുന്നതാണ് അത്. അതല്ലേ നീ ഈ സ്ക്രീനിനകത്ത് എടാ നാണം കെട്ട ചെറ്റ നാറി നട്ടലുള്ളവനാണെങ്കിൽ നീ ഇപ്പൊ ഇവിടെ വാ. ഇവിടെ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിന്റെ കുറ്റിയില്ലേ, കുറ്റി അടിച്ചാൽ തിരിച്ചു വെക്കും. മനസ്സിലായോ? അനിത, നമുക്ക് ഒരിക്കൽ നേരിട്ട് കാണാം. തീർത്ത അമ്മൂസെ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്നെപ്പറ്റി എന്തൊക്കെ അലിഗേഷൻസ് കാണാറുണ്ട് നിങ്ങൾ? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ചാവാലി പട്ടികളില്ലേ, കുറച്ച് നടക്കുന്ന ചാവാലി പട്ടികൾ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ, നിന്റെ അമ്മച്ചി നിന്നെ വന്ന് ചോറിങ്ങനെ തരുമ്പോ നീ വിളിക്കുന്ന പേരാടാ നാണം കെട്ട നാറി. അത് നിന്റെ അമ്മച്ചിക്ക്. എടാ ചെറ്റനാറി, നിന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത നിന്റെ കഴപ്പങ്ങ് തീരുമല്ലോ. നീ ആ കഴപ്പം വെച്ചോണ്ട് അവിടെ ഇരിക്കും കേട്ടോ. നീ ഇങ്ങനെ ഇരുന്ന് എടാ നാണം കെട്ട ചെറ്റ നാറി. നിനക്ക് കട്ടിലിൽ കിടന്നോണ്ട് ഇങ്ങനെ കൊണകൊണകൊണന്ന് മെസ്സേജ് അയക്കാനല്ലേ അറിയത്തുള്ളൂ? അറിയത്തുള്ളൂ? നീ എന്റെ രേണുസുധരൻ നേർക്ക് നേരെ നിന്ന് അറിയാൻ പറ്റുമോ? നീ പറയുമോ? നിന്റെ മോന്തക്കുറ്റി അടിച്ച് തീരിക്കും. നിന്റെ അമ്മച്ചിക്ക് നിന്റെ സ്വന്തം പെറ്റതള്ള നിനക്ക് ചോറ് വാരി തരുമ്പോ നീ വിളിക്കുന്ന പേരാണ് ഇത്. മനസ്സിലായല്ലോ? നിനക്ക് സംസ്കാരം എന്ന് പറയുന്നൊരു സാധനമില്ലാത്ത വെറും ചെറ്റ നാറിയാണടാ കോപ്പിലെ മോനെ.
നിന്റെ അമ്മ മനസ്സിലായോ? അവളെ വിളിക്കുന്നത് രേണുസുതിയുടെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കാൻ വരണ്ട ഒരുത്തൻ, മനസ്സിലായോ? ഓക്കെ. അവനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കേടാ, ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല നാശത്തിനെ ഒന്നും ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ നാശം പിടിച്ച് എടാ 4-10 നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ നാണം കെട്ട നാറിയുടെ മകനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ. വീണ ചേച്ചി, ഇപ്പം ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല. ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും. ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേറ്റ് ഇല്ല. ഷൂട്ടിന് വേണ്ടി ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേൾക്കാം. സെറ്റ്. മോൻ ഇവിടെ ഉണ്ട്. ഹായ് ചേച്ചി, ഹായ്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു പോകും. കുറേ കൊടിച്ചിപ്പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറെ കൊടിച്ചിപ്പട്ടികൾ. പക്ഷെ എൻ്റെ റീച്ച് ഭയങ്കര കേട്ടോ. എൻ്റെ ഒരു പേര് വെച്ചാൽ ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചിപ്പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നമ്മളും ആ കൊടിച്ചിപ്പട്ടി തെണ്ടി നാറി പേപ്പട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം നെവർ മൈൻഡ്. ഇപ്പം ഇതിനകത്ത് വന്നിരുന്ന് കമന്റ് ഇടുന്ന കുറെ കൊടിച്ചിപ്പട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പട്ടികൾ കുരച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ചു നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ വലിയ സെലിബ്രേറ്റ് ഇല്ല. നമ്മൾ എന്തിനാണ് ഈ ചെറ്റകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അതാണ് രേണുസുതി. ഓക്കെ. സാൻവിയ മോംസ്, ഹായ് ചേച്ചി, ഐ ലവ് യു ടു ഡിയർ, ലവ് യു, ടേക്ക് കെയർ. രേഷ്മ, എന്താ വിശേഷമൊന്നുമില്ല ഡിയർ, സുഖമായിട്ടിരിക്കുന്നു. സൗമ്യ, ഞാൻ അഞ്ചലിലും വരും, എവിടെയും വരും, വിളിച്ചാൽ മതി, ഞാൻ വരാം. അക്ഷര അനിൽ, ഹായ് കുട്ടാ. വിനോദേ, നിങ്ങളുടെ കമന്റ് ഞാൻ വായിച്ചല്ലോ. സുൽഫി, ഹായ്. അനിത, രേണു ചേച്ചി ഒരു ഹായ് തരുവോ? ഹായ്. നന്ദന, അഖില, നെഗറ്റീവിന് മാത്രം റിപ്ലൈ കൊടുക്കത്തുള്ളൂ. ഞങ്ങളും ഉണ്ട് ഒരു ഹായ് പറയാം. സോറി കേട്ടോ, ഇനി നെഗറ്റീവ് പറയുന്ന കൊടിച്ചിപ്പട്ടി തെണ്ടി പട്ടികൾ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. ആ പേപ്പട്ടികളുടെ മുന്നിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേപ്പട്ടികൾക്ക് ഇതിലും അന്തസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കമന്റുകൾ വായിക്കാറില്ല. ബാഡ് കമന്റുകൾ ഒഴിവാക്കി കട്ട്. തെണ്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. സുന്ദരിയായിട്ടുണ്ടെന്നോ? ഓ, ഞാനൊരു മേക്കപ്പ് ചെയ്തിട്ടില്ലടാ. ഹായ് തരുമോ? ഹായ്. ചേച്ചി സുഖമാണോ? ചേച്ചി കല്യാണമുണ്ടോ? ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കുട്ട. കല്യാണം അറിയില്ല. കല്യാണം കഴിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇത്രയും നേരം നിങ്ങളോട് ലൈവിന് വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പൊട്ടിത്തെറിച്ചെങ്കിലും എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. നെഗറ്റീവ് പറയുന്ന തെണ്ടുകളോടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സോ